കൊച്ചിയെ നടുക്കി ഇന്നലെ നടി ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലറിനു നേരെ വെടിവെയ്പുണ്ടായപ്പോൾ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിയത് ധർമ്മജനാണ്. കടവന്ത്രയിലെ ധർമ്മോസ് ഫിഷ് ഹബിന്റെ തൊട്ടുമുകളിലുള്ള കെട്ടിടത്തിലാണ് വെടിവെപ്പുണ്ടായത്. മാധ്യമങ്ങളും പോലീസുമൊക്കെ കയറിയിറങ്ങിയതോടെ ധർമ്മൂസിന്റെ ഇന്നലത്തെ കച്ചവടം പൊളിഞ്ഞു. ഇന്നലെ പട്ടാപ്പകലാണ് കൊച്ചി കടവന്ത്രയിൽ പ്രവർത്തിക്കുന്ന നടി ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലറിനു നേരെ വെടിവെപ്പുണ്ടായത്. എന്നാൽ വെടിവെയ്പിൽ നഷ്ടം സംഭവിച്ചത് അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച നടൻ ധർമ്മജന്റെ ധർമ്മോസ് ഫിഷ് ഹബിനാണ്. കാരണം മറ്റൊന്നുമല്ല, കടവന്ത്രയിലെ യുവജന സമാജം റോഡിൽ സെന്റ് ജോസഫ് പള്ളിക്ക് സമീപത്തുള്ള ആലുങ്കൽ ബിൽഡിംഗിലാണ് ധർമ്മോസ് ഫിഷ് ഹബും അതിന് തൊട്ടുമുകളിലായി നടി ലീന മരിയ പോളിന്റെ ദി നൈൽ ആർട്ടിസ്റ്റിക് എന്ന സ്ഥാപനവും പ്രവർത്തിക്കുന്നത്. ബ്യൂട്ടി പാർലറിനു നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് വൻ ജനക്കൂട്ടമാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. കാരണം മറ്റൊന്നുമല്ല, കടവന്ത്രയിലെ യുവജന സമാജം റോഡിൽ സെന്റ് ജോസഫ് പള്ളിക്ക് സമീപത്തുള്ള ആലുങ്കൽ റോഡിലാണ് ധർമ്മോസ് ഫിഷ് ഹബും അതിന് തൊട്ടുമുകളിലായി നടി ലീന മരിയ പോളിന്റെ ദി നൈൽ ആർട്ടിസ്റ്റിക് എന്ന ബ്യൂട്ടി പാർലറും പ്രവർത്തിക്കുന്നത്. ബ്യൂട്ടി പാർലറിനു നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് വൻ ജനക്കൂട്ടമാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. സംഭവം അറിയുന്നവരെല്ലാം അടയാളമായി പറഞ്ഞത് ധർമ്മജന്റെ കടയുടെ അടുത്ത് എന്നുമായിരുന്നു. ഇതോടെയാണ് ധർമ്മജന്റെ കടയ്ക്ക് മുൻപിൽ വൻ ആൾക്കൂട്ടം എത്തിയത്. പിന്നാലെ പോലീസും മാധ്യമങ്ങളും എത്തി. ഇതോടെ ഇന്നലത്തെ മത്സ്യവ്യാപാരം മുടങ്ങുകയും ചെയ്തു. 1.5 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് ധർമ്മോസ് ഫിഷ് ഹബ് ഫ്രാഞ്ചൈസിക്ക് ഉണ്ടായത്. അക്രമികളുടെ CCTV ദൃശ്യം ലഭിച്ചതും ധർമ്മജന്റെ കടയിൽ നിന്നായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് വെടിവെയ്പ് നടന്നത്. കടയുടെ പാർക്കിംഗ് ഏരിയയിൽ 2 പേർ ബൈക്ക് കൊണ്ടുവയ്ക്കുന്നതും അല്പനേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന ശേഷം മുകളിലേക്ക് കയറുന്നതും പിന്നീട് അവിടെ നിന്നും വെടിയൊച്ച ശബ്ദം കേട്ടതായും ധർമ്മോസ് ഫിഷ് ഹബ് ജീവനക്കാരൻ റോഷൻ പറയുന്നു. ശബ്ദം കേട്ട് എല്ലാവരും പുറത്തിറങ്ങിയപ്പോഴേക്കും അവർ ഇറങ്ങിയോടി ബൈക്കിൽ കയറിപ്പോയി. ഇരുവരും മുഖം മാസ്ക് ചെയ്തതുകൊണ്ട് തിരിച്ചറിയാനായില്ല. സെക്യൂരിറ്റി ജീവനക്കാരനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് അക്രമി സംഘം ബൈക്കിൽ കടന്നു കളഞ്ഞത്. വണ്ടിയുടെ നമ്പർ പക്ഷേ CCTVയിൽ വ്യക്തമായിട്ടുമില്ല. പോലീസും മാധ്യമങ്ങളും എത്തിയതോടെ ധർമ്മോസ് ഫിഷ് ഹബിൽ കച്ചവടമൊന്നും നടന്നില്ല. ഉച്ചയ്ക്ക് 2:30 മണി വരെ മാത്രമേ കച്ചവടം നടന്നുള്ളൂ. സാധാരണ ശനിയാഴ്ചകളിൽ നല്ല തിരക്കുണ്ടാകുന്ന സമയമാണിത്. 1.5 ലക്ഷം രൂപ വരെ കച്ചവടം ഉണ്ടാകുന്ന സ്ഥാനത്ത് 70,000 രൂപയ്ക്ക് അടുപ്പിച്ച് മാത്രമാണ് കച്ചവടം നടന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി ലൈഫ്.